വിദ്യാഭ്യാസ വകുപ്പ് ഒരു ദേശീയ കക്ഷി ഏറ്റെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. കാരണം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്തെല്ലാം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇട വന്നിട്ടുണ്ട്. ഞങ്ങളെ എപ്പോഴത്തെ നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് ഒരു മത കക്ഷിക്ക്, ഒരു വർഗീയ കക്ഷിക്ക് കൊടുക്കരുത്. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? ആരാ 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 നമ്മുടെ സുരേന്ദ്രൻ ചേട്ടന് ലീഗിനോടുള്ള അമർഷം അങ്ങോട്ട് തീരുന്നില്ല. അതിനി തീരാനും പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ നാളും ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ലീഗ് അങ്ങനെ ഞെട്ടിച്ച് കൊണ്ടിരിക്കുകയാണ്. ലീഗിനോടുള്ള അമർഷം ഇങ്ങേർക്കങ്ങ് മാറാനേ പോകുന്നില്ല, ഇനി മാറത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇങ്ങേരുടെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തന്നെയാണ്. അതായത് കടുത്ത രീതിയിൽ ഇതുപോലെയുള്ള വിമർശനം. എന്നാൽ ഇതിന് ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് താനും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. നല്ല രീതിയിൽ ഇതൊക്കെ ഏറ്റുപിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇടയിലേക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ലീഗിനെ നിങ്ങളിത് ഏൽപ്പിക്കരുത്. ലീഗിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് ഇതാക്കി കളയും, അവരെ ഒരിക്കലും വിദ്യാഭ്യാസത്തിൽ അടുപ്പിക്കരുത്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന് തന്നെയാണോ ഇല്ല അധികാരമോ ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ലീഗ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കൊടുത്തിട്ടില്ലേ? അതുമാത്രമല്ല, ലീഗിനോട് എനിക്കുള്ള ഇഷ്ടം എന്താണെന്നറിയാം. വേണമെങ്കിൽ ലീഗിന് വയനാടുള്ള വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇലക്ഷന് മുന്നേ തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവർ കൊടുത്ത വീടുകളും സൗകര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവുകയാണെന്ന്. ഇവിടെ ഇപ്പോൾ പറയുന്നില്ലേ, കോൺഗ്രസ് വീട് വെച്ച് കൊടുത്തില്ല, മറ്റോ വീട് വെച്ച് കൊടുത്തില്ല. എന്തിന്? ഉള്ള കാര്യം ഞാൻ പറയും, എറിയാൻ അറിയുന്നവൻ്റെ കയ്യിലാണ് നമ്മൾ കല്ല് കൊടുക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ എറിയാൻ അറിയില്ലെങ്കിൽ കല്ല് കിട്ടിയിട്ട് വല്ല കാര്യമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, അവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ? ഇത് ഒരു ദിവസം കൊണ്ട് ലീഗ് പരിഹരിച്ച് തരും. അവർക്ക് കൊടുക്കേ, അതായത് ലീഗിന് കൊടുക്കിയ സംഭവം ലീഗിൻ്റെ കയ്യിൽ കൊടുക്കേ. ആരാണ് മുഖ്യമന്ത്രി ആണ്ട്, അല്ലെങ്കിൽ ആരാണ് ഇന്ന് ഇത് ഉണ്ട്, എല്ലാം അവർ പറഞ്ഞു തരും. അവരത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിരീക്ഷിച്ചാണ്. പഴയ ലീഗൊന്നുമല്ല, പഴയ നിങ്ങൾ പറയുന്ന പോലെ അങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ലീഗോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതെന്ന് പറയുന്നത് വേറെ മോനെ, വേറെ വിത്താണ് നടന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ആ ഒരു എന്താ പറയുക നന്മയൊന്നും ഈ പറയുന്ന ഈ സുരേന്ദ്രനിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ലീഗ് ചെയ്യുന്ന നന്മകളൊന്നും അതായത് വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയനാട്ടിലെ വീട് തന്നെ ഉദാഹരണം തന്നെയാണ്. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമേനി എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ലീഗ് അവിടെ രാഷ്ട്രീയം കണ്ടില്ല, അല്ലെങ്കിൽ വേറെയൊന്നും കണ്ടില്ല. ലീഗ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനം പോലും വേണ്ട എന്നാണ്. ഒരാളും ഇങ്ങോട്ട് വരണ്ട, ഈ ഒരു വീട് ഇവർക്കുള്ളതാണ്, അല്ലാതെ ഇത് ദാനം കൊടുത്തതോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക അങ്ങനെയുള്ള ഒരു വിചാരമേ വേണ്ട. ഇത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള വീടാണെന്നാണ് കൂടുതൽ പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാവരും എന്താ ചെയ്തത്? അവിടെ പോയിട്ട് പരസ്യം എടുക്കുക, സെൽഫി എടുക്കുക. നമ്മളെ മെഗാസ്റ്റാർ പോലും പോയിട്ട് അവിടെ എന്താ പ്രഹസനങ്ങളാണ് കാണിച്ചത്. അങ്ങേരെ എന്നിട്ട് ആ വീട് ഏതെങ്കിലും പൂർത്തിയായില്ല എന്ന് കേട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ടാ? ആരെയൊക്കെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലീഗ് തന്നെയാണ്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും സുരേന്ദ്രൻ സാറേ, ലീഗിനോട് നിങ്ങൾ അങ്ങനെ പറയരുത്. അതായത് അവർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രാവശ്യം നോക്ക്, ഈ ഒരു പ്രാവശ്യം അവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്ക്. അപ്പോഴും മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. അല്ലാതെ പണ്ടത്തെ കാര്യങ്ങൾ കുറേ പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് എന്നിട്ട് എന്താ ഇവിടെ അത്ര വലിയ മേന്മയെന്ന് ഉണ്ടായത്? പാഠപുസ്തകം ആര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിമിഷ നേരം കൊണ്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള മിഷൻ സാമഗ്രികളുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. കേരളത്തിൽ വേണ്ട ഒരു പാഠപുസ്തകങ്ങളായാലും എന്തെന്നായി കഴിഞ്ഞാലും ഒരു ദിവസം മതി. അങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു കമ്പനി, കൊച്ചിയിൽ ഒരു കമ്പനി, അങ്ങനെയൊന്നും അല്ല. ഇന്ന് എല്ലാ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കമ്പനികളുണ്ട്, പ്രിന്റിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം ഇപ്പോഴെന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട്, അയ്യോ പാഠപുസ്തകം നേരത്തെ കിട്ടുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ആ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇനിയിപ്പോഴൊരു 5 കൊല്ലവും കൂടി കഴിഞ്ഞ് ഇതായിരിക്കും സ്ഥിതി. പാഠപുസ്തകമൊന്നും ആർക്കും വേണ്ടി വരില്ല. എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പിന്നെ പാഠപുസ്തകം ആർക്കാണ് വേണ്ടത്? ഒരാൾ പോലും വാങ്ങിക്കത്തില്ല. അതാണ് സ്ഥിതി അവിടുന്ന്. അപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുകയാണ് വർഗീയപരമായിട്ട്, അതായത് മതപരമായിട്ടോ ഇതൊക്കെ ലീഗിന് കൊടുക്കാൻ പാടില്ല എന്ന്. ലീഗിന് കൊടുത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പണ്ട് മുതലേ നമ്മളെ ATM അതുപോലെ റബ്ബായാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരി, അവർക്ക് കഴിയുന്ന പോലെ പ്രവർത്തിക്കട്ടെ. ജനനന്മയാണ് ഏറ്റവും വലുതാടുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനി ലീഗിനെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് മാറ്റിയിരുത്താം, അല്ലെ ലീഗിനെ അങ്ങ് ഇതാക്കിയിട്ട് അങ്ങ് മാറ്റി നിർത്താം, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും എൻ്റെ അഭിപ്രായത്തിന് എനിക്ക് ഇഷ്ടമല്ല.
ഉള്ള കാര്യം കോൺഗ്രസും വേണം ഇവിടെ, മാർക്സിസ്റ്റും വേണം ഇവിടെ, ലീഗും വേണം, ഇനിയിപ്പോഴും BJPയും വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇന്ന് പോലെ ഒരാൾ മാത്രം മതി, ഒരു കുത്തകയായിട്ട് മതി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സുരേന്ദ്ര സാർ എന്തുകൊണ്ട് ജയിക്കുന്നില്ല, അത് പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഉത്തരമുണ്ട്. അതായത് അന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യം താങ്കൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടോ? മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്കാനും അതുപോലെ തന്നെ അവരെ വിമർശിക്കാനും അല്ലാതെ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിപ്പറയുന്നുണ്ടോ? അങ്ങനെ ചെയ്തവരെ ആരെങ്കിലും തള്ളിപ്പറയുന്നുണ്ടോ? അതായത് ഇവിടെ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന സ്വന്തം പാർട്ടിക്കാരായാലും അവരെ തള്ളിപ്പറയുന്നുണ്ടോ? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലീഗിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റണ്ട. ലീഗ് ചെയ്യുന്ന നന്മ പ്രവൃത്തികളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി വിദേശത്തായാലും സ്വദേശത്തായാലും ലീഗുകാരെടുക്കാൻ പോയിട്ട് ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി അത് സാധിച്ചു തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിലിവിടുത്തെ ഭാരവാഹികളായാലും അതുപോലെ തന്നെ വിദേശത്ത് പ്രവർത്തിക്കുന്നവരായാലും വിദേശ മലയാളികളോടൊക്കെ ചോദിച്ചാൽ മതി, ഗൾഫിലും അവിടെയൊക്കെ ജീവിക്കുന്ന കഴിഞ്ഞ കൊറോണ കാലത്തും കാര്യത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത സേവനങ്ങൾ ലീഗുകാരനെയാണ് ഇവിടെ, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ പറയും എന്താണോ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് CPM ചോദിക്കും, നിങ്ങളും കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ സേവനവും വേണം, അങ്ങനെ ഒരാളുടെ മാത്രമല്ല. പക്ഷേ എന്നാലും ലീഗിനെ എങ്ങനെ നിങ്ങൾ താഴ്ത്തിക്കെട്ടരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരുത്തം പറയുന്നുണ്ടോ ലീഗിനെ എങ്ങനെ താഴ്ത്തിക്കെട്ടരുത്? പറയില്ല. എല്ലാവർക്കും എന്താ വേണ്ടത് വെച്ചാൽ മറ്റുള്ളവൻ ശത്രുക്കളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അതായത് വിദേശത്തൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലീഗ് ആരാണ് എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരനും അറിയാം, BJPക്കാരനും അറിയാം, അതുപോലെ കോൺഗ്രസ്സുകാരനും അറിയാം, എല്ലാവർക്കും അറിയാം. അതായത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ ആയിക്കഴിഞ്ഞാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അതുകൊണ്ട് ലീഗിനെ നിങ്ങൾ അങ്ങനെ അങ്ങ് ചൊറിയരുത്, ചൊറിയാൻ വേണ്ടി നിൽക്കരുത്. അവരെന്ത് വകുപ്പ് വേണമെങ്കിൽ എടുത്തോട്ടെ. പിന്നെ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വരെ ഇടപെടാൻ ആൾക്കാർ വന്നു തുടങ്ങി. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് കഴിവില്ല എന്നാണ് എല്ലാവരും കരുതുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് ഇതിന് കഴിവില്ല. നിങ്ങൾക്ക് ജയിച്ചു, 100 103 സീറ്റ് തന്നു, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു കഴിവും ഇല്ല എന്ന് നിങ്ങളിങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക അറിയാം. ഇതിന് മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ ആ ഒരു ഭാഗമൊക്കെ ക്ലിയർ ആക്കി മുഖ്യമന്ത്രിയെയും കണ്ടെത്തി അതൊക്കെ ചെയ്യും. ഇപ്പോഴും അടിയും പിടിയും തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ അടിയും പിടിയും നടക്കുന്നുണ്ടല്ലോ. അടിപിടി നടക്കാത്ത സ്ഥലമൊന്നും അല്ലല്ലോ, എല്ലാ സ്ഥലത്തും അടിപിടി നടക്കുന്നുണ്ട്. എല്ലാവർക്കും മുഖ്യമന്ത്രിയാണ്, ഇതാണ് ഇവിടുത്തെ പ്രശ്നമായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, 14 മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് 14 ജില്ലകളെ കൊടുക്കുക. ആ 14 ജില്ലകളുടെ കാര്യമായി അവർ നോക്കട്ടെ, ഒരു പുതിയൊരു കീഴ്വഴക്കമായിട്ട് വരട്ടെ. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ എന്ത് പറയാനാണെന്നോ അത് പറയാറുണ്ട്. ഇങ്ങനെ തമ്മത്തല്ല് കൂടിയിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇത് എന്തോന്ന് അവസ്ഥ ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ വിജയിപ്പിച്ചവരെ പോലും മടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇതിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതൊന്ന് തന്നെ വളരെ മോശം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലീഗിനെ ഏൽപ്പിക്കും, ഒരു ദിവസം കൊണ്ട് അവർ മുഖ്യമന്ത്രിനെ കാണിച്ചു തരും നിങ്ങൾക്ക് വേണമെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ലീഗിലും ഉണ്ട് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ളവരും, അതുപോലെ തന്നെ ലീഗിലും കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇതുപോലെയുള്ള കുരുപൊട്ടികൾ കുറേ ഉണ്ടാകും. അങ്ങനെ കുരുപൊട്ടി ഒലിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ, അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. നന്ദി, നമസ്കാരം. പറയാനുള്ളത് മൂത്തോക്കി പറയും. ആരായി കഴിഞ്ഞാൽ ലീഗല്ല, CPM അല്ല, BJP അല്ല, കോൺഗ്രസ് അല്ല, ആരായാലും മൂത്തോക്കി പറയും. അതാണ് നമ്മുടെ ഇത്, രാഷ്ട്രീയമൊന്നുമല്ല.